2-3 കൊല്ലം മുമ്പ് ടോമി ഒരു വീഡിയോ എടുത്തിരുന്നു. അതെല്ലാവരും കണ്ട് ഒത്തിരി അപ്രിഷ്യേറ്റ് എനിക്കും കിട്ടി, ടോമിക്കും കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗാർഡൻ എന്ന് പറയുന്നത് ബാസൽ സ്റ്റാർട്ടിൻ്റെ ഫ്രൈസൈറ്റ് ഗാർഡൻ എന്ന് പറയുന്നത് ഏകദേശം 20 കൊല്ലമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഈ ഗാർഡന് 1000 ഗാർഡനിൽ കൂടുതലുണ്ട്. ഇത് അവിടെ ഞാൻ വന്നു ഇവിടെ ഗാർഡൻ തുടങ്ങി. ഏകദേശം 5 സെൻറ്റ് സ്ഥലം, അതിനോട് കൂടി ഒരു ലോഞ്ചും ഒരു പൂളും എല്ലാ കാര്യങ്ങളുമായിട്ട് ഒരുവിധം തിരക്കേടില്ലാത്ത ഒരു ഇതാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. ഇനി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. ഹലോ എവരിവൺ, ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനൽ സ്വിസ് സഞ്ചാരി. എല്ലാ സഞ്ചാരപ്രേമികൾക്കും സ്വിസ് സഞ്ചാരി ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. വേട്ടയാടി മൃഗങ്ങളെപ്പോലെ നടന്നിരുന്ന മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല. പുരാണത്തിലെ ബലരാമനാണെന്ന് തോന്നുന്നു ഭാരതത്തിൽ കൃഷിയുടെ മുതുമുത്തച്ഛൻ. കലപ്പയാണല്ലോ അദ്ദേഹത്തിൻ്റെ വാഹനം. എന്തായാലും ഒരു കാര്യം സത്യമാണ്, അഗ്രികൾച്ചർ തുടങ്ങിയതിന് ശേഷമാണ് ലോകത്തിൽ കൾച്ചർ ഉണ്ടാകുന്നത്. ആ കൾച്ചറാണ് കുറേ കാലമായി കേരളം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ടോമി, സ്വിസ് സഞ്ചാരി, എൻ്റെ ഗാർഡനിലേക്ക് സ്വാഗതം. 2-3 കൊല്ലം മുമ്പ് ടോമി ഒരു വീഡിയോ എടുത്തിരുന്നു. അതെല്ലാവരും കണ്ട് ഒത്തിരി അപ്രിഷ്യേറ്റ് എനിക്കും കിട്ടി, ടോമിക്കും കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ടോമി രണ്ടാമതും വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നു. ടോമിയെ ഞാനിതെല്ലാം ഒന്ന് കാണിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഗാർഡൻ എന്ന് പറയുന്നത് ബാസൽ സ്റ്റാർട്ടിൻ്റെ ഫ്രൈസൈറ്റ് ഗാർഡൻ എന്ന് പറയും. അതായത് നമ്മൾ ഫ്രൈ ആയിട്ടുള്ള സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഞാൻ ഏകദേശം 20 കൊല്ലമായിട്ട് എൻ്റെ കയ്യിലുണ്ട് ഈ ഗാർഡന്. ഇനി ഏകദേശം 500 ഫ്രാങ്കോളം വാടക കൊടുത്താണ് ഇത് എടുത്തിരിക്കുന്നത്. ഒത്തിരി ഗാർഡനുണ്ട്, ഏകദേശം 1000 ഗാർഡനിൽ കൂടുതലുണ്ട്. അവിടെ ഞാൻ വന്നു ഇവിടെ ഗാർഡൻ തുടങ്ങി. ഏകദേശം 5 സെൻറ്റ് സ്ഥലം, അതിനോട് കൂടി ഒരു ലോഞ്ചും ഒരു പൂളും എല്ലാ കാര്യങ്ങളുമായിട്ട് ഒരുവിധം തിരക്കേടില്ലാത്ത ഒരു ഇതാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. ഇനി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. ഇവരിൻ്റെ അകത്ത് ഇല്ലാത്ത കൃഷികളൊന്നുമില്ല. പാവയ്ക്ക തൊട്ട് വെണ്ടയ്ക്ക തൊട്ട് പീച്ചിങ്ങ, വെള്ളരിക്ക എന്ന് വേണ്ട എനിക്ക് നാട്ടിൽ എന്തെല്ലാം കൃഷിയുണ്ടോ അത് മുഴുവൻ ഇവിടെ ഉണ്ട്. അതുപോലെ പൂക്കളും ഉള്ള സ്ഥലത്ത് പരിമിതമായിട്ട് കൃഷി ചെയ്തു വരുന്നു. മൂന്നര പതിറ്റാണ്ടിലേറെയായി സ്വിസ്സിൽ ജീവിക്കുന്ന ശ്രീ ബാബു കാശാങ്കാട്ടിൽ 2.5 പതിറ്റാണ്ടിലേറെയായി ഈ മണ്ണിൽ കൃഷി തുടങ്ങിയിട്ട്. തൂങ്ങിയാടുന്ന പാവയ്ക്കയും കുപ്പികെട്ടിയ പടവലങ്ങയും പടർന്ന വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന അച്ചിങ്ങയും ഒഴുകി നടക്കുന്ന കാറ്റിൽ തലയാട്ടുന്ന വാഴയും ചുവന്നു തൊടുത്ത തക്കാളിയും പച്ചമുളകും മത്തനും കുമ്പളങ്ങയും ചെരക്കയും കുക്കുംബറും ഗോവയ്ക്കയും ഇവയ്ക്കൊക്കെ നടുവിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഗ്രാമത്തിലാണോ എന്ന് കരുതിയാൽ അതിശയോക്തിയില്ല. നമ്മുടെ മുതുമുത്തച്ഛന്മാരുടെ കാലത്ത് ആളുകൾ ഉപജീവനം കഴിച്ചിരുന്നത് കൃഷിയിലൂടെയായിരുന്നു. കേരളക്കരയാകെ കുളിർ ചൊരിയിപ്പിക്കുന്ന തരത്തിൽ വിളഞ്ഞുകിടക്കുന്ന പാടങ്ങളും കാറ്റിൽ ചാഞ്ചക്കമാടുന്ന തെങ്ങോലകളും പച്ചപ്പിൻ്റെ മറ്റു കാഴ്ചകളും കാണുന്നത് തന്നെ നയനാനന്ദകരമായിരുന്നു. അനുയോജ്യമല്ലാത്ത കാലാവസ്ഥയിലും കൃഷി ചെയ്യാനുള്ള മനസ്സാണ് ബാബുച്ചായൻ്റെ തോട്ടത്തെ ഹരിതാപമാക്കി തീർക്കുന്നത്. കണ്ണിന് കുളിരേകുന്ന പച്ചപ്പ്, ശ്വസിക്കാൻ ശുദ്ധവായു, വിഷലിപ്തമല്ലാത്ത പഴങ്ങൾ, പച്ചക്കറികൾ, എന്തൊക്കെയുണ്ട് ബാബുച്ചായൻ്റെ തോട്ടത്തിലെന്ന് ചോദിക്കുന്നതിലും ഭേദം എന്തൊക്കെയില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും. എല്ലാ തരത്തിലുമുള്ള കായ്കനികളുള്ള പറുദീസയുടെ ഒരു പരിച്ഛേദമാണ് ബാബുച്ചായൻ്റെ കൃഷിത്തോട്ടം. കൃഷി രീതികൾ പ്രകൃതി അനുസരിച്ച് തന്നെ ഇരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ 12 മാസവും കൃഷിയുണ്ട്. ഇൻ്റർലുള്ള കോളിഫ്ലവർ, കാബേജ് 12 മാസവും കൃഷിയുണ്ട്. പിന്നെ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്താണ് കൃഷി പോകുന്നത്. ഈ വർഷമാണെങ്കിൽ ആദ്യം മഴയായിരുന്നു, ഭയങ്കര. ആദ്യം വെച്ച കൃഷികളെല്ലാം പോയി. അതുപോലെ ഭയങ്കര തണുപ്പായിരുന്നു. ആദ്യത്തെ ഫ്രൂട്ട്സ് എല്ലാം തണുപ്പ് കൊണ്ട് പോയി. പിന്നെ കുറേ എല്ലാം കിട്ടി. എങ്കിലും ഞാൻ ഹാപ്പിയാണ്. ജീവനെപ്പോലെ കൃഷിയെ പരിപാലിച്ച് അവയ്ക്ക് വെള്ളവും വളവും നൽകി അവയോട് കിന്നരിച്ചുകൊണ്ടാണ് പെൻഷനായതോടെ ബാബുച്ചായൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും.
കൊയ്ത്തുപാട്ടോ ആരവങ്ങളോ ഇല്ലാത്ത കേരളത്തെക്കുറിച്ച് വെറുതെയൊന്ന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു കാലവും തലമുറയും നമുക്കുണ്ടായിരുന്നു. ഇന്ന് പലതും ദൂരക്കാഴ്ചകൾ മാത്രമാണ്. കൊയ്ത്തുപാട്ടിൻ്റെ ഈരടികളുമായി ഒഴുകി നടന്നിരുന്ന കാറ്റ് താഴെ വീഴുന്ന കതിർമണികൾ അകത്താക്കി കൊയ്ത്തുപാട്ടിനൊപ്പം കുണുങ്ങിയും ഈണത്തിനൊപ്പം എതിർപാട്ടും പാടിയ കിളികൾ, കുളങ്ങൾ, പുഴകൾ, പൂക്കൾ എന്നിങ്ങനെ നാടിൻ്റെ നന്മകളും മുഖഛായകളും നമുക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ നഷ്ടപ്പെട്ട നന്മ ബാബുച്ചായനെ പോലെയുള്ള സ്വിസ് മലയാളി കർഷകർ അന്യദേശത്ത് അവരുടെ തോട്ടത്തിലൂടെ തിരിച്ചു പിടിക്കുന്നു. ഒരു കാലത്ത് കേരളത്തിൻ്റെ കാർഷിക മേഖലയും സുഭിക്ഷമായിരുന്നു. കൃഷിപ്പാട്ടും കൊയ്ത്തുപാട്ടും കേട്ടുണർന്ന കേരളം വയൽവെറ്റ നെൽമണികളും തൊടിയിൽ കുലച്ച നേന്ത്രക്കായുമൊക്കെ ചേർന്ന് കർഷകൻ്റെ അരയും അകവും ഒരുപോലെ നിറച്ച വിളവെടുപ്പിൻ്റെയും വ്യാപാരത്തിൻ്റെയും ഉത്സവമായിരുന്നു പണ്ടത്തെ ഓണം. ഇന്ന് മലയാളിക്ക് ഒന്നോണം ആഘോഷിക്കണമെങ്കിൽ പൂവും പച്ചക്കറിയുമടക്കം അന്യ സംസ്ഥാനങ്ങൾ കനിയണം. നമ്മുടെ കാർഷിക കേരളത്തിന് എവിടെയാണ് പിഴച്ചത്? ഏതാണ് കൊക്കോ ബോണ്ടൻ എന്ന് പറയുന്ന സാധനമാണിത്. ഇത് തീർന്നു, ഫാസ്റ്റ് ഏതാണ്ട് തീർന്നു. ഇനി മണ്ണിന് മുകളിലൂടെയുള്ള ജീവിതം കഴിഞ്ഞ് മണ്ണിനടിയിലും കഴിയേണ്ടവനായ മനുഷ്യൻ സകലതും നശിപ്പിക്കുന്നു. ഈ മണ്ണിനെയും ഇവിടെയുള്ള സകലതിനെയും അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടവരല്ലേ നമ്മൾ? അഗ്രികൾച്ചർ എന്ന കൾച്ചർ നശിപ്പിച്ചിട്ട് മലയാളി എന്തു നേടി? കൃഷി അന്യം നിന്നതോടെ മരുന്നടിച്ച പച്ചക്കറികളും മായം ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങളും ഭുജിച്ച് മലയാളി മുതലക്കണ്ണീരൊഴുക്കി ആരോഗ്യം നശിപ്പിച്ച് പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ തൻ്റെ സമ്പാദ്യം ചിലവഴിക്കുന്നു. വിൻ്റർ ആകുമ്പോൾ എല്ലാം പോകും. ഈ വിൻ്റർ കാബേജാണ്. അതായത് ഇത് രണ്ടാമത്തെ കൃഷി. ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് പൊട്ടറ്റോ നട്ടു, ഉരുളക്കിഴങ്ങ് അത് പറിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത് ചെയ്ത കൃഷി ഇത് ഡിസംബർ വരെ ഇങ്ങനെ കിട്ടും നമുക്ക്. ഇത് വേറൊരു ബീൻസ് എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ അച്ചിങ്ങാപ്പയറിൻ്റെ ടേസ്റ്റ് തന്നെയാണിത്. ഇത് ഏകദേശമൊക്കെ തീരാറായി. ആവശ്യത്തിൽ കൂടുതൽ പറിച്ചു. അടുത്ത കൊല്ലത്തിനുള്ള വിത്താണ് ചീരയുടെ സീസണും കഴിഞ്ഞു. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. ഈ തിരിച്ചറിവ് മലയാളിക്കുണ്ടാകണം. കൃഷിയെ സ്നേഹിച്ച് കൃഷിക്കാരെ ആദരിച്ച് കാർഷിക സംസ്കാരം പുനഃസ്ഥാപിക്കുവാൻ ബാബുച്ചായൻ്റെ കൃഷിത്തോട്ടവും ഈ ചെറിയ വീഡിയോയും കാരണമായെങ്കിൽ ഈ സ്വിസ് സഞ്ചാരി കൃതാർത്ഥനായി. കിവി ആണും പെണ്ണും ഉണ്ട്. കിവി പന്തലിട്ട് കൊടുക്കണം. ഈ വർഷം കാ കുറവാണ്. അത് ഓരോ കൊല്ലത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും അത്യാവശ്യം ഉണ്ട് നമുക്ക്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഏതാണ്ട് 1000 കായോളം പറിച്ചതാണ്. ഈ തവണയുണ്ട് ഒരു 10-200 കായുണ്ട്. ഇതാണ് കമ്പോസ്റ്റ്. ഇത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷത്തെയാണ്. ഈ തവണ ഇപ്പോൾ ഇത് ഫിനിഷായി. നമുക്കെടുത്ത് പുറത്തിടാം, ഗാർഡനിലിടാം. അതായത് അടുത്ത ജനുവരി ആകുമ്പോൾ ഇതെടുത്ത് പുറത്തിടാം. ഇത് ഈ വർഷത്തെ കമ്പോസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അതായത് കംപ്ലീറ്റ് ഗാർഡനിൽ നിന്ന് ഒരില പോലും പുറത്ത് കളയത്തില്ല. മുഴുവൻ ഇവിടെ കമ്പോസ്റ്റായിട്ട് എടുക്കും. ഗാർഡനിൽ വേസ്റ്റ് ഇല്ല, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വേസ്റ്റേ ഉള്ളൂ. ഈ കാണുന്നത് ആപ്രിക്കോസൻ മരമാണ്. പക്ഷേ അത്യാവശ്യം കായ ഉണ്ടായിരുന്നു, തീർന്നു. ഈ മരം 3 മരമുണ്ട്. ഇതിൽ ഒന്ന് സഷ്കനായിരുന്നു, സഷ്കൻ വെട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് ഇത് പ്ലൗമൻ മീരാബെല്ല ബഡ് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിലെ സർവ്വസുഗന്ധി എന്ന് പറയുന്ന ഇലയാണ്. അതായത് ലോൺ ബട്ടർ. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.